ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സുഹൃത്തിന് ലേണേഴ്സ് എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളുടെ മാതൃകകളാണ്. ഓക്കെ, 3 തവണ എഴുതി ഫെയിലായി 4ാം തവണയാണ് അവൾക്ക് പാസ്സാവാൻ സാധിച്ചത്. അതും ആദ്യത്തെ 18 ക്വസ്റ്റ്യനിൽ തന്നെ പാസ് ആയിട്ടുണ്ട്. അതിനാൽ ചോദ്യങ്ങളുമായിട്ട് അവൾക്ക് നല്ല അനുഭവവും ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ കമൻറ്റ് ബോക്സിൽ ലേണേഴ്സ് എഴുതിയ വിദ്യാർത്ഥികളോട് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ആശങ്ക പങ്കുവെക്കുന്നത് ഞാൻ കണ്ടു. എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നുള്ളതായിരുന്നു അവരുടെ ആശങ്ക. എല്ലാവർക്കും ഒരേ മാതൃകയിലാണോ ചോദ്യങ്ങൾ വരുന്നത്? ഇതിനുള്ള ഉത്തരം ഞാൻ വഴിയാ പറയാം. ആദ്യം നമുക്ക് തോറ്റുകൊടുക്കാതെ പോരാടിയ എൻ്റെ സുഹൃത്തിന് വന്ന 18 ചോദ്യങ്ങൾ പരിചയപ്പെടാം. എക്സാം സ്ക്രീനിൽ പരീക്ഷാ ചോദ്യം എങ്ങനെയാണോ ഉണ്ടാവുക അതേ മാതൃകയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പരീക്ഷാ മാതൃക കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് ആദ്യമായി ഇങ്ങനെ ചോദ്യം വരും. സൈഡിലായിട്ട് 30 സെക്കൻഡ്സ് ടൈം ഉണ്ടാവും. അതിനുള്ളിൽ നിങ്ങൾ ഈ ചോദ്യം വായിക്കുകയും ആൻസർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് പോവാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ, കന്നുകാലികളെ നിരോധിച്ചിരിക്കുന്നു. ബി, റോഡിൽ കന്നുകാലികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സി, കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഡി, കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ്. റോഡിൽ കന്നുകാലികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഇതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിലും 30 സെക്കൻഡ്സ് തന്നെയാണ് സമയം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. എ, ഡ്രെയിനേജ്. ബി, മുന്നിൽ പാലം. സി, മീഡിയനിലെ ഗ്യാപ്പ്. ഡി, യു ടേൺ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മീഡിയനിലെ ഗ്യാപ്പാണ്. ഇതിൻ്റെ ആൻസർ സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. മൂന്നാമതായി വന്ന ചോദ്യം: തേയ്മാനം സംഭവിച്ച ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് അപകടകരമാണ്. കാരണം? ഓപ്ഷൻസ്: എ, വാഹനം വേഗത്തിൽ സ്പീഡ് എടുക്കുന്നു. ബി, ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്. സി, ഉയർന്ന ഇന്ധന ഉപയോഗം. ഡി, ഉയർന്ന വാഹന വൈബ്രേഷൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഇതിന് റോഡ് ഗ്രിപ്പ് കുറവാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഒരു മോട്ടോർ വാഹനത്തിൽ മൾട്ടി ടോണുള്ള ഹോണുകൾ ഘടിപ്പിക്കുന്നത് ഓപ്ഷൻസ്: അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രം അനുവദിച്ചിരിക്കുന്നു. അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് മാത്രം അനുമതിയുള്ളൂ. എല്ലാ വാഹനങ്ങൾക്കും അനുവദനീയമാണ്. ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റമാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നതിനാൽ നിയമപ്രകാരം കുറ്റമാണ്. ഇപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം എന്തായിരുന്നു നോക്കാം. വേഗപരിധി ലംഘിച്ച്, അതായത് ഓവർ സ്പീഡ്, ഹെവി മോട്ടോർ വാഹനം ഓടിക്കുകയോ ഓടിക്കാൻ അനുവദിക്കുകയോ ഓടിക്കാൻ കാരണമാകുകയോ ചെയ്താൽ പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ്: 5000 രൂപ പിഴ, 4000 രൂപ പിഴ, 3000 രൂപ പിഴ, 1500 രൂപ പിഴ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 4000 രൂപ പിഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മോട്ടോർ വാഹന നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരാൾ വാഹനം ഓടിച്ചാൽ രക്ഷിതാവിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻസ്: എ, 3 വർഷം വരെ നീളുന്ന തടവും 25,000 രൂപ പിഴയും. ബി, 10 വർഷം വരെ നീളുന്ന തടവും 5,000 രൂപ പിഴയും. സി, 10 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവ്. ഡി, 5,000 രൂപ പിഴ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 3 വർഷം വരെ നീളുന്ന തടവും 25,000 രൂപ പിഴയുമാണ്. 7th ക്വസ്റ്റ്യൻ: MSM തത്വം അനുസരിച്ച് എപ്പോഴാണ് നിങ്ങളുടെ കണ്ണാടികൾ പരിശോധിക്കേണ്ടത്? ഓപ്ഷൻസ്: എ, പാത മാറുമ്പോൾ. ബി, സിഗ്നൽ നൽകുന്നതിനും ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മുൻപ്. സി, സിഗ്നൽ നൽകിയ ശേഷം. ഡി, വളവ് വളഞ്ഞതിന് ശേഷം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സിഗ്നൽ നൽകുന്നതിനും ഏതെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനും മുൻപാണ് MSM തത്വം അനുസരിച്ച് നിങ്ങളുടെ കണ്ണാടികൾ പരിശോധിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു വാഹനത്തിൻ്റെ ക്രൂയിസ് കൺട്രോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ്: ബ്രേക്കിംഗ് സിസ്റ്റം നിയന്ത്രിക്കുക. ബി, ഗിയർ ഓട്ടോമാറ്റിക്കായി മാറ്റുക. സി, ആക്സിലേറ്റർ ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ. ഡി, വാഹനം സ്റ്റിയറിംഗ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ആക്സിലേറ്റർ
ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ഡേഷാണ് നൽകേണ്ടത്. ഏത് ഫോമിലാണ് നൽകേണ്ടത്? ഓപ്ഷൻസ്: ഫോം 1, ബി ഫോം 2, സി ഫോം 3, ഡി ഫോം 4. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫോം 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വഴി കൊടുക്കുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിൽ ഏതാണ്? 4 ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്, എ, ബി, സി, ഡി. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വഴി കൊടുക്കുക എന്ന ചിഹ്നം സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇരുവശത്തേക്കും ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇരുവശത്തേക്കും ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഇവിടെ 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇരുവശത്തേക്കും ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ചിഹ്നം. 12ാമത്തെ ചോദ്യം. യാത്രയ്ക്ക് മുമ്പ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻസ്: എ, ഇന്ധനം, എൻജിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, കൂളൻ്റ് ലെവൽ. ബി, ടയറിൻ്റെ അവസ്ഥ, സ്പെയർ വീൽ, ആവശ്യമായ ഉപകരണങ്ങൾ. ബ്രേക്കുകളുടെ അവസ്ഥ, എല്ലാ ഡ്രൈവ് ബെൽറ്റുകളുടെയും ടെൻഷൻ. ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ട്രാഫിക് സിഗ്നലിൽ പച്ച ലൈറ്റുകൾ കത്തിക്കിടപ്പുണ്ടെങ്കിലും യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കണം. ബി, ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കാതെ മുന്നോട്ട് പോകാം. സി, ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കാതെ കരുതലോടെ സാവധാനം നീങ്ങാം. ഡി, ഡ്രൈവർ മറ്റെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ അനുസരിക്കണം. ഈ ഉത്തരം നിങ്ങളുടെ ശരിയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ബി, ടീ പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. സി, വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഡി, ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാനും നിർദ്ദേശിക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടീ പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ, ട്രാഫിക് പോലീസ് ഹാൻഡ് സിഗ്നൽസ് മാത്രം എങ്ങനെ ട്രിക്കിലൂടെ പഠിക്കാം എന്നുള്ളതും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനുള്ള വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതിനിടയിൽ നിങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനി എന്തു ചെയ്യും? ഓപ്ഷൻസ്: നാശനഷ്ടങ്ങൾക്ക് ഭാഗികമായി നഷ്ടപരിഹാരം നൽകും. ബി, നാശനഷ്ടങ്ങൾക്ക് മുഴുവനായി നഷ്ടപരിഹാരം നൽകും. സി, നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകില്ല. ഡി, മരണമുണ്ടായാൽ നാശനഷ്ടങ്ങൾക്ക് ഭാഗികമായി നഷ്ടപരിഹാരം നൽകും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടയറുകൾക്ക് വേഗത്തിൽ തേയ്മാനം സംഭവിക്കുന്നതിനുള്ള കാരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, മോശമായി തേഞ്ഞ ടയർ. ബി, അളവിൽ കൂടുതൽ വായു ടയറിൽ നിറയ്ക്കുന്നതുകൊണ്ട്. സി, ടയറിൽ വായു അളവിൽ കുറഞ്ഞു പോയതുകൊണ്ട്. ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ടും തേയ്മാനം സംഭവിക്കും. ഈ ലെവലിലെ 17ാമത്തെ ചോദ്യം. ബോർഡർ ലൈനിലെ റിവേഴ്സ് ഹാച്ച് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: റിസർവ് ചെയ്ത പാർക്കിംഗ് ഏരിയ. ബി, അടിയന്തര ഓവർടേക്കിംഗ്. സി, വാഹനം പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ പാടില്ല. ഡി, സൈഡ് റോഡ് സൂചന. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വാഹനം പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ പാടില്ല. ഈ ഒരു 18ാമത്തെ ചോദ്യം. എന്താണ് ടെയിൽ ഗേറ്റിംഗ്? ഓപ്ഷൻസ്: അപകടകരമായ രീതിയിൽ വാഹനത്തിന് മുന്നിൽ വളരെ അടുത്തുള്ള ഡ്രൈവിംഗ്. ബി, വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കൽ. സി, മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് കുറഞ്ഞത് 7 മീറ്ററെങ്കിലും അകലം പാലിക്കൽ.
ഡി. മുന്നിലുള്ള വാഹനത്തിന് തൊട്ട് പിന്നിലായിട്ട് വാഹനം ഓടിക്കുന്നത്. എന്താണ് ടെയിൽ ഗേറ്റിംഗ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. മുന്നിലുള്ള വാഹനത്തിൻ്റെ തൊട്ടു പിന്നിലായിട്ട് വാഹനം ഓടിക്കുന്നതാണ് ടെയിൽ ഗേറ്റിംഗ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുടെ സംശയമാണ് ഒരാൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണോ മറ്റൊരാൾക്ക് വരുന്നത് എന്നുള്ളത്. അതിൻ്റെ ഉത്തരം അല്ല എന്നതാണ്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്, വ്യത്യസ്ത രീതിയിൽ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ മറ്റൊരു സംശയമായിരുന്നു എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? എല്ലാം ഇമ്പോർട്ടൻസ് ആണ്. ഏത് ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് ആദ്യമേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റൊരാൾക്ക് വന്നത് നമുക്ക് വരണമെന്നും ഇല്ല. ചിലപ്പോൾ വരാം, ഒരു ചോദ്യത്തിലെ ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാം, പക്ഷെ അതേ മാതൃകയിൽ തന്നെ വരണമെന്ന് ഇല്ല. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.